ഹലാലായ പുരുഷൻ എൻ്റെ മോക്ക് കിട്ടിയല്ലോ, എനിക്കത് മതി. അങ്ങനെ പറയുന്ന ബാപ്പമാർ. നമ്മളെ നാട്ടിലെ പെൺകുട്ടികൾ നശിക്കരുത്. അത് ആരെ മക്കളാകട്ടെ, അതിൽ AP അല്ലെങ്കിൽ സമസ്ത എന്നുള്ള അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. ആരെ മക്കളാകട്ടെ, ആരെ പെൺകുട്ടികളാകട്ടെ, ആരെ പെങ്ങന്മാരാവട്ടെ, അവരൊളിച്ചോടിയാൽ അത് നമ്മുടെ പെങ്ങൾ ഒളിച്ചോടുന്നതിന് തുല്യമാണ്. അവർ നാട് വിട്ടാൽ അത് നമ്മുടെ മോൾ, നമ്മുടെ സ്വന്തം പെങ്ങൾ. അതിൽ പാർട്ടിയില്ല മക്കളെ, പാർട്ടിയില്ല. അതുകൊണ്ട് കർശനമായി എനിക്ക് ഈ മദ്രസ കെട്ടിടത്തിൽ, ഈ മദ്രസ കെട്ടിടം ഈ നാട്ടിലെ വിജ്ഞാനത്തിന്റെ വിളനിലമാകണം. ഈ മദ്രസ കെട്ടിടം ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു ബോധവൽക്കരണം നടത്തുന്ന കേന്ദ്രമായിരിക്കണം. ഈ മദ്രസ കെട്ടിടം നല്ല കൗൺസിലർമാരെ കൊണ്ടുവന്ന് നമ്മളെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന അവസ്ഥയുണ്ടാക്കണം. നൊന്തുപെറ്റ ഉമ്മയും മുതുകിൽ ഭാരം തെറ്റി വളർത്തിയ ബാപ്പയും നെഞ്ചു പൊട്ടിക്കറിയുന്നൊരവസ്ഥ ഉണ്ടാക്കി. നമ്മൾ അതിനൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇനി മറ്റോൽ എന്തുണ്ടാക്കുന്നു എന്ന് നമ്മൾ നോക്കണ്ട. നമ്മുടെ പള്ളിയുടെ സ്വത്തും നമ്മുടെ പള്ളിയുടെ സമ്പത്തും നമ്മുടെ പള്ളിക്ക് അവകാശപ്പെട്ടതും നമുക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കുക എന്നുള്ള വലിയ ഇപ്പൊ വല്ലാതെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഇതുമുതൽ പറഞ്ഞതുപോലെയല്ല. അതിലെനിക്ക് ശൗര്യമില്ല. എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഊർക്കടവിലെ ഉസ്താദിനോട് പിണങ്ങിട്ട് പുറമ്പോക്കിൽ, ഇവരൊക്കെ പുറമ്പോക്കിലും പലിശപ്പള്ളി, വളാഞ്ചേരിയുടെ ഒരു പലിശപ്പള്ളി, ഇവിടെ പുറമ്പോക്കിലൊരു പള്ളിയുണ്ട് ഊർക്കടത്ത്. ഉസ്താദിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ മടിച്ചിട്ടുണ്ടാക്കിയ പള്ളി ആരാ? ഊർക്കടവെ ഉസ്താദ്. ആ മനുഷ്യന്റെ പിന്നിൽ മൗമൂമാകാതെ പുറമ്പോക്ക് പള്ളിയിലേക്ക് ധിക്കാരിച്ചു പോയവർ, ആ മനുഷ്യന് ഭക്ഷണം പോലും കൊടുക്കാത്തവർ, ചെലവ് കൊടുത്തില്ല, ചെലവ് മുടക്കിയ മനുഷ്യന്. ഇപ്പൊ ഉസ്താദിന്റെ ശിഷ്യന്മാരെ സംഗമവും ആണ്ട് നിറച്ച് നടത്തുകയാണല്ലോ. കാരണം എന്താ? പിരിവെടുത്താൽ നല്ല പൈസ കിട്ടും. ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങൾ ആദ്യം കൊടുക്കും പൈസ. വല്ലാത്ത ഒരു ക്യാൻസറായി മാറിയില്ല നമുക്ക്. അതുകൊണ്ട് ഇനി വരാനുള്ള നാളുകൾ ആ മദ്രസ സജീവമാകണം. രാവിലെ കുട്ടികൾ മാത്രം വന്ന് പോകുന്ന ഒരു കലാലയമാക്കി അത് മാറ്റരുത്. അവിടെ പെൺകുട്ടികൾക്ക് ക്ലാസ് നടക്കണം, ചെറുപ്പക്കാർക്ക് ബോധവൽക്കരണം നടക്കണം, കുടുംബത്തിന് ക്ലാസ് നടത്തണം. 3 മാസത്തിൽ ഒരു തവണയെങ്കിലും ബാപ്പയും മുപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് ക്ലാസ് എടുക്കാനും വരണം. അവിടെ എല്ലാവരും വരട്ടെ, ആരെയും തടയരുത്. ആ മദ്രസ എല്ലാവരുടെയും മദ്രസയാണ്. എല്ലാവരും വരട്ടെ. എതിർത്തവർ, പാല വെച്ചവർ, കേസ് കൊടുത്തവർ, എല്ലാവർക്കും ആ മദ്രസയിൽ കയറി വരാം. നമുക്ക് 2 കൈ സ്വീകരിക്കാം. നമ്മള് കാന്തല്ലല്ലോ. നമ്മളെ മനസ്സ് പ്രവാചകന്റെ മനസ്സാണ്. അത് സ്നേഹത്തിന്റെ മനസ്സാണ്. അത് എളിമത്വത്തിന്റെ മനസ്സാണ്. അത് സമർപ്പണത്തിന്റെ മനസ്സാണ്. അത് പറയുമ്പോഴാണ് കട്ട് മുടിച്ച് നമ്മുടെ ഹബീബിനെ കക്കാൻ തുടങ്ങി. അത് സഹിക്കാൻ പറ്റില്ല. അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനെ വിറ്റ് കാശാക്കാൻ തുടങ്ങി. പലതും വിറ്റ് കാശാക്കിയവരാ. സ്മാർട്ട് സിറ്റി ഉണ്ടാക്കട്ടെ, 40 കോടിയുടെ പള്ളി ഉണ്ടാക്കട്ടെ, 1000 രൂപയുടെ ഇത്ര നീളമുള്ള റെസീറ്റുമായിട്ട് ഈ ആക്കോട്ടങ്ങാടിയിലൂടെ എത്ര പിരിവ് നടത്തിയിട്ടുണ്ട്. എവിടെയോ പള്ളി, 40 കോടിയുടെ പള്ളി എത്ര സ്ഥലത്ത് ഇപ്പൊ തറക്കല്ലിട്ടു. തറക്കല്ലൊക്കെ ശൂന്യതയിലാണ്, വായുവിലാണ് തറക്കല്ലിന്റെ എപ്പോഴും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ തറക്കല്ലൊക്കെ വായുവിലാണ് ഈ വിദ്വാൻ ഇടുക, ഭൂമിയിലിടൂല. ഇപ്പോ പലരും പറ്റിയത് 35 ലക്ഷം പെട്ടെടുത്തനോട് പറഞ്ഞു 35 വിട്ടു, 35 ലക്ഷം പെട്ടെടുത്തം പറഞ്ഞു. പെട്ടേരെ പറഞ്ഞത് ഒരു കാസർകോട്ടുകാരൻ 35 ലക്ഷം പെട്ടു. കോഴിക്കോട്ട് ആരെങ്കിലും ഉണ്ടാവുന്ന ഇടപെട്ട് വാങ്ങിയിട്ട് പെട്ടണം എന്ന് പറഞ്ഞു. മുക്കാലിതാക്കാൻ കൊടുത്താണല്ലോ അവിടെ കൊണ്ടുപോയിട്ട് നല്ല അമ്മാനത്ത് കൊടുക്കാൻ പറ്റും. ഈ അബ്ദുൽ നൂറിന്റെ 100 കോടിന്റെ കഥ അവർക്ക് അറിയില്ലേ? അത് ഈ വിദ്വാന് പങ്കുള്ള അവർക്ക് അറിയില്ലേ? ഇപ്പൊ പറഞ്ഞു അബ്ദുൽ നൂറിന് ഞാൻ അറിയില്ല, എടപ്പാട് ലോകത്ത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എടപ്പാട് എവിടെ ഈ സാധുവിന് അറിയില്ലല്ലോ, പക്ഷെ പാവാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അള്ളാന്റെ റസൂലിനെ തൊട്ട് കളിക്കാൻ തുടങ്ങി. രക്ഷകോ മക്കളെ, നമ്മൾ ഇതിലേക്കാ പോകുന്നത്. ജീവിക്കാനുള്ള കൊതി പോലും തീർന്നു പോവുക, ജീവിക്കാനുള്ള ആശ പോലും തീർന്നു പോകുന്നു. കാരണം രക്ഷിതാവിന്റെ അടുത്ത് നമ്മൾ സുരക്ഷിതരാണ്. ഈ കാലത്തിനിടയ്ക്ക് സമസ്തയുടെ മഹത്തുക്കളായ 10,000 ഉലമാക്കൾ ജീവിച്ചു മരിച്ചുപോയിട്ടുണ്ട്. 10,000 ഉലമാക്കൾ. ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ച് കൊലയാളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതനെ നോക്കി വ്യഭിചാരി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതനെ നോക്കി വട്ടിപ്പലിശക്കാരൻ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഏതെങ്കിലും ഒരു പണ്ഡിതനെ നോക്കി റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതനെ നോക്കി കള്ളനോട്ട് ശങ്കലക്കാരൻ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതനെ നോക്കി അധോലോക രാജാവ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 10,000-കണക്കിന് പണ്ഡിതന്മാർ ജീവിച്ചു മരിച്ചുപോയ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ പണ്ഡിതന്റെ മുഖത്ത് നോക്കി പോലും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അപമാന ഭാരം കൊണ്ട് തല താഴ്ത്തല്ലേ നമ്മള്. മദീനത്തെ റൗദയില് പണ്ടത്തെ മാതിരിയൊന്നല്ല. പണ്ട് ഏതെങ്കിലും വലിയ തറവാട്ടിലെ 2 ആള് മാത്രമേ ഹജ്ജിന് പോകുള്ളൂ എന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് സഹോദരിമാര് മദീനത്തെ റൗദയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ മോണാക്കാന്റെ മോൻ കബീർ പോയിട്ടുണ്ട്. എനിക്ക് വേണ്ടി മനന്നൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഇവിടെ ഉണ്ട്. എനിക്ക് ആ ദുആ മതി മക്കളെ. ഞാൻ ജീവിതത്തിൽ ഈ ശൈത്താന്റെ കൈ പിടിച്ചിട്ടില്ല. അല്ലാഹ് അത് പിടിക്കാൻ യോഗം തരാതിരിക്കട്ടെ. ഞാൻ കൈ പിടിച്ചില്ല, ജീവിതത്തിൽ പിടിച്ചിട്ടില്ല. എന്നിട്ട് പറയാ, എന്താ പറയുന്നത്? ഞാൻ മദീനത്ത് ചെന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിൽ നിന്ന് വടിച്ചു കൂട്ടിയ പൊടി ആ മദീനത്തെ ആളുകൾ, അവിടുത്തെ വലിയ ആളുകൾ എന്നെ ഏൽപ്പിക്കുകയാണ്. ആ പൊടി അള്ളാന്റെ റസൂലിന്റെ മുടി കലക്കിയ വെള്ളത്തിൽ കലക്കി മർക്കസിൽ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്കതിൽ വിശ്വാസമുണ്ട്. നഴുകുതില്ല. എന്തൊരു നുണയാ! നുണ പറയാ, നുണ. ഇത്രമാത്രം നുണ കേട്ട ഒരു ചരിത്രം. ഒരു ഗീബൽസിയൻ അവാർഡ് അയാൾക്ക് പ്രഖ്യാപിച്ചാൽ ഗീബൽസിനോട് ചെയ്യുന്ന മാനക്കെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അള്ളാന്റെ റസൂലിന്റെ ആ മുടി ഏതാണ് ഇപ്പൊ ഞാൻ പറയണില്ല. ബോംബെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ബോംബെയിൽ അത്ര നീളമുള്ള മുടി എവിടെ കിട്ടുക പറയുന്നത്? നമുക്ക് അത്ര നീളമുള്ള മുടി കിട്ടും. അത് അയാൾക്ക് കിട്ടും ചെയ്യും. അതിനുള്ള സാധ്യതയാണ്. അതിന് ഞാൻ പറയുന്ന, ഞാൻ ഇതൊക്കെ ഒരു 40 സക്കാക്കൾ അഡ്രസ്സ് തരാം. ഒരു 40 സക്കാക്കൾ അഡ്രസ്സ്. അയാളെ കൂടെ കാറിൽ സഞ്ചരിച്ച ഒരു 50 ആളെ പേര് തരാം. ബാക്കി കുറെ ഉദവിന്റെ കയ്യിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു 90 ആളുകൾ സ്വകാര്യമായിട്ട് പോയി കാണും. ഞാൻ പറയണില്ല, ഞാനൊന്നും പറയണില്ല. ചില സഹോദരിമാരുടെ ആങ്ങളമാരെ നമ്പർ തരാം. ഞാൻ തരാം. ഓലെങ്ങാനും ഇവിടെ വന്ന് വെല്ലുവിളിക്കട്ടെ. എന്നിട്ട് പോയിട്ട് അന്വേഷിക്ക്. ഇവരൊക്കെ പോയിട്ട് കാണും. ജീപ്പെടുത്ത് പോയിട്ട് കാണും, ചോദിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. അതും സുന്നിയല്ലേ, ഇതും സുന്നിയല്ലേ, അതും മൊയ്ലാക്കന്മാരല്ലേ, ഇതും മൊയ്ലാക്കന്മാരല്ലേ എന്ന് പറഞ്ഞാൽ പിറക്കാനിരിക്കുന്ന ഒരു തലമുറ അള്ളാഹുവിന്റെ ദീനിൽ നിന്നൊരു പാടകന്ന് ജീവിക്കേണ്ടി വരും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഈ എന്തെങ്കിലും ഒരു കല്ല് ആ മക്കളെ തലയിൽ വീണിരുന്നെങ്കിൽ തല കുത്തനെ പറയായിരുന്നു. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം. ഹജ്ജത്തുൽ വിദാഇ മുഹമ്മദ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതൊരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, അതൊരു വസിയത്ത് മാത്രമായിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജ് വേളയിൽ പറഞ്ഞ തന്റെ സദസ്യരോട്, തന്റെ ന്മാരോട് പറഞ്ഞു, ഈ ദൗത്യം, ഞാൻ ഇവിടുന്ന് തരുന്ന ഈ ദൗത്യം തലമുറകളായി, യുഗയുഗാന്തരങ്ങളായി ജീവിച്ചു മരിക്കുന്ന തലമുറയ്ക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം എന്ന് നമ്മുടെ ഹബീബ് വസിയത്ത് ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, ഒന്നുകൂടി പറഞ്ഞു, ഇത് നമ്മുടെ ദീനിന്റെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ്. ഇത് പൂർത്തീകരണത്തിന്റെ ദിവസമാണ്. അത് കേട്ടപ്പോ സന്തോഷിക്കാത്ത സഹാബി ഉണ്ടാകുമോ? 23 കൊല്ലക്കാലം രാവില്ലാതെ പകലില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ കൊടും വെയിലത്ത്, കൊടും ചൂടത്ത് ഹന്തക്കിൽ കിളകീറുമ്പോ ഒരു സഹാബി വന്ന് പറയാ, നബിയെ വിശക്കുന്നു, വല്ലാതെ വിശക്കുന്നു. അല്ലാതെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. ഇതിനെ തന്റെ ഉടുമുണ്ട് പതുക്കെ ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തു. ഈ സഹാബിയുടെ വയറ്റിൽ ഒരു കല്ല് വെച്ച് കെട്ടിയിരുന്നു. ആ കല്ല് നബിക്ക് കാണിച്ചപ്പോൾ നബി തിരിച്ച് ഒന്നിങ്ങനെ പൊക്കി. 2 കല്ല്, 2 കല്ല് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ തിരുമേനി. ആ ഹബീബിനെ വിറ്റ് കാശാക്കണോ? ആ ഹബീബിന്റെ ജീവിതത്തിൽ പകർത്തണോ? ഇതാണ് ചോദ്യം. ആ ഹബീബ് കാണിച്ച സ്നേഹം, ആ ഹബീബ് കാണിച്ച സന്തോഷം, ആ ഹബീബ് കാണിച്ച ജീവിതത്തിലെ ത്യാഗം, ആ ഹബീബ് കാണിച്ച ജീവിതത്തിന്റെ സുഗന്ധം, ആ ഹബീബ് കാണിച്ച ജീവിതത്തിന്റെ പവിത്രത, ആ ഹബീബ് കാണിച്ച ജീവിതത്തിന്റെ സന്തുഷ്ടമായ പൂർത്തീകരണം, അതാണ് മക്കളെ ഹജ്ജത്തുൽ വിദാഇ നമുക്ക് തന്നത്. നിങ്ങൾ നശിക്കൂല,
നിങ്ങൾ തകരൂല. പക്ഷേ പരീക്ഷണങ്ങൾ നമുക്കേ ഉണ്ടാവില്ലേ? നമുക്കേ പരീക്ഷണം ഉണ്ടാകൂ. നമ്മളെ മക്കൾക്ക് പരീക്ഷണം ഉണ്ടാകും, നമ്മളെ ഭാര്യമാർക്ക് പരീക്ഷണം ഉണ്ടാകും, നമ്മളെ ഉമ്മമാർക്ക് പരീക്ഷണം ഉണ്ടാവും. എനിക്കറിയാം, എന്റെ ബാപ്പ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ശക്തനായ വക്താവായിരുന്നു എന്റെ ബാപ്പ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പണ്ഡിതന്മാർക്ക് ഓരോ നേരവും ഇഷ്ടംപോലെ ഭക്ഷണം വെച്ച്